ശ്രീ അൺഫിൽറ്റേഡിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഓൾറെഡി ഷോർട്ട് വീഡിയോയിൽ പൂക്കുലലേഹ്യത്തിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് കുറേ പേര് മെസ്സേജ് അയച്ചു ഡീറ്റെയിൽ ആയിട്ട് റെസിപ്പി അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പൂക്കുലലേഹ്യമാണ് ഉണ്ടാക്കാൻ പോണത്. ഇപ്പോൾ ഈ ഒരു ലേഹ്യം സാധാരണ ഈ പ്രസവിച്ച് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളുണ്ടാവില്ലേ, ആഫ്റ്റർ പ്രഗ്നൻസി ടൈമിൽ അവരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടും ഒക്കെയാണ് ഈ ഒരു ലേഹ്യം ഉണ്ടാക്കി കൊടുക്കാറ്. ഇപ്പോൾ ഈ ഒരു ലേഹ്യം കല്യാണം കഴിയാത്ത പെൺകുട്ടിയോട് കഴിക്കരുത്, അതുപോലെ തന്നെ ചെറുപ്പം കുട്ടികളൊന്നും കഴിക്കരുതെന്നാണ് പറയുക. തണ്ടലുറക്കുന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഭയങ്കര ടേസ്റ്റാണ്. ഞാനൊക്കെ ചെറുപ്പത്തിൽ അമ്മയൊക്കെ കാണാണ്ടൊക്കെ ഇങ്ങനെ എടുത്ത് കഴിച്ച ഒരു സംഭവമാണ്. ഭയങ്കര ടേസ്റ്റാണ്. കഴിക്കരുതെന്ന് പറയുമ്പോൾ നമുക്ക് അത് കഴിക്കാനുള്ളൊരു ടെൻഡൻസി വരില്ല, അതുപോലെ. അപ്പോൾ ഞാൻ ഡീറ്റെയിൽഡായിട്ട് എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. അപ്പോൾ വീഡിയോയിലോട്ട് ഇതുണ്ടാക്കാൻ വേണ്ടത് ഫസ്റ്റ് പൂക്കുല വേണം. അത് നല്ല മൂക്കാത്ത പൂക്കുല നോക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അത് നന്നായിട്ട് വേവിക്കുക, കുക്കറിലിട്ടിട്ടോ ഒരു 2 വിസിലടിച്ചതിന് ശേഷം അത് പേസ്റ്റ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നല്ല ക്രീമായിട്ട് നമുക്ക് കിട്ടും. പച്ച പൂക്കുല അരയ്ക്കുമ്പോൾ അതൊരു ചുവപ്പ് കളറാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വേണ്ടത് ചതുപ്പ, അയമോദകം, നല്ല ജീരകം, ഉലുവ. ഇത് 4 ഇൻഗ്രീഡിയൻസ് നന്നായിട്ട് ഇങ്ങനെ വറുത്തിട്ട് എടുക്കണം. ഇവിടെ നമ്മൾ 50 ഗ്രാം ചതുപ്പി, 50 ഗ്രാം അയമോദകമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു പിടി ആണ് മറ്റേ ഉലുവയും ജീരകവും, നല്ല ജീരകം എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് നന്നായിട്ട് ഇത് പൊടിച്ചെടുക്കണം. നല്ല പൂക്കുല ഉണ്ടല്ലോ, പൂക്കുലയുടെ ആ പേസ്റ്റിലേക്ക് ആ പൊടിച്ച് വെച്ച ആ ഒരു പൊടി ഉണ്ടല്ലോ, അത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു ലേഹ്യം ശരിക്കും ഈ പ്രസവിച്ച് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് രക്ഷ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഈ യൂട്രസൊക്കെ റിമൂവ് ചെയ്തിട്ടുള്ള അമ്മമാരുണ്ടാവുമല്ലോ, അവർക്കും ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മളുടെ തണ്ടലിനൊക്കെ ബലം വരാനും ഒക്കെ നല്ലതാണെന്നാണ് പറയാറ്. നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ എത്ര ഒഴിക്കുന്നോ അത്രയും ലേഹ്യത്തിൻ്റെ ടേസ്റ്റ് കൂടും. നമുക്കിവിടെ 3 തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത്. 3 തേങ്ങയുടെ പാലും ഈ ഒരു മിശ്രിതം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. ഈ ഒരു മിക്സിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, അല്ലെങ്കിൽ ഒരു വലിയൊരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇടണം. എന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. മഞ്ഞൾപ്പൊടി നമ്മളുടെ ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി കൂട്ടാനും ഫംഗൽ ഇൻഫെക്ഷനൊക്കെ നല്ല ഒരു ഇൻഗ്രീഡിയൻ്റാണ് മഞ്ഞൾപ്പൊടി. അതുപോലെ തന്നെ നമ്മൾ ബോഡി ബ്രൈറ്റൻ ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത് വീട്ടിൽ തന്നെ മഞ്ഞളുണ്ടെങ്കിൽ അത് കഴുകി ഉണക്കി പൊടിച്ച ഒരു പൊടി യൂസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഈ ഒരു മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ഇത് നമുക്ക് അടുപ്പത്തോട്ട് വെക്കാം. അടുപ്പിൽ നല്ല ഓട്ടുരുളി ഉണ്ടെങ്കിൽ അതിൽ ചെയ്യാൻ ഏറ്റവും നല്ലത്. പക്ഷേ ഇവിടെ ഓട്ടുരുളി വലുതാണ്, അപ്പോൾ അതിലേക്കുള്ള സാധനം ഇല്ല. അതുകൊണ്ട് നമ്മൾ അടുപ്പത്ത് ചീനച്ചട്ടിയിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിനി കുറേ നേരം അങ്ങനെ വേവിക്കണം. അത് നന്നായി വെന്ത് ഇതിൻ്റെ കളറ് മാറി ഇതിൽ നിന്ന് എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരണം. എണ്ണ തെളിഞ്ഞൊന്ന് വറ്റിയതിൻ്റെ ശേഷം മാത്രം നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ചാൽ മതി. അല്ലെങ്കിൽ ഇതിങ്ങനെ വേവും തോറും ഇതിൽ നിന്ന് ആ വെള്ളം ഇങ്ങനെ പോവുകയാണല്ലോ, അപ്പോൾ അതിന് പൊട്ടി തെറിക്കും. അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതിലുള്ള വെള്ളം ആദ്യം വറ്റിയതിൻ്റെ ശേഷം മാത്രം ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ഇവിടെ നമ്മൾ 3/4 കിലോ ശർക്കരയാട്ടോ എടുത്തിട്ടുള്ളത്. 3/4 കിലോ ശർക്കരയിൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ചെടുത്തിട്ട് അത് അരിച്ചെടുത്ത ആ ഒരു പാനിയാട്ടോ ഈ ഒരു ലേഹ്യത്തിലേക്ക് ഒഴിക്കുന്നത്.
വീഡിയോയുടെ ഈ എല്ലാ റെസിപ്പിയുടെയും അല്ലെങ്കിൽ എല്ലാത്തിൻ്റെ അളവ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്ര എടുത്തു എന്നുള്ളൊരു കറക്റ്റ് അളവ് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് ഡിസ്ക്രിപ്ഷൻ ഒന്ന് നോക്കണേ. അങ്ങനെ നമ്മളിതാ നെയ്യ് ഒഴിച്ച് വീണ്ടും മിക്സ് ചെയ്തു. ഇതിങ്ങനെ നല്ല കട്ടിയായിട്ട് വരും കേട്ടോ. ഇങ്ങനെ ഉരുണ്ട് വരും. നമ്മൾ ആ ഒരു പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ട് ഉരുണ്ട് ഇങ്ങനെ വരുന്നതാണ് നമ്മളുടെ ലേഹ്യത്തിൻ്റെ പാകം. പിന്നെ എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞ് വരും. അതാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പാകമാവുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നാലേ നമ്മളെ ലേഹ്യത്തിന് ലൈഫ് ഉണ്ടാവുള്ളൂ. പുറത്ത് വെച്ചൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അത് കേടുകൂടാതിരിക്കണമെങ്കിൽ ഇത്രയും അതിൻ്റെ വെള്ളമൊക്കെ വറ്റി ഇങ്ങനെ കട്ടിയായിട്ട് വരണം. ആണ് നമ്മളെ ലേഹ്യത്തിൻ്റെ പാകം. എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരണം. എന്നാലേ ഇതിന് ഈ ഒരു ലേഹ്യത്തിന് ലൈഫ് ഉണ്ടാവുള്ളൂ. നല്ല ഈർപ്പമില്ലാത്ത നല്ലൊരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ കാലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. എല്ലാ അമ്മമാരും ഇതൊന്നും ഉണ്ടാക്കി നോക്കി കഴിക്കണം. നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ തന്നെ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു റെസിപ്പി ആയിട്ട് അല്ലെങ്കിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റ ബൈ ബൈ, സീ യു. എല്ലാവരും ഉഷാറായിട്ടിരിക്കട്ടോ.